ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചിങ്ങനെ വരുവാണ്. രാവിലെ അപ്പം ആറ്റുമീൻ മേടിക്കാനുള്ള പ്ലാനാണ്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്നൊരു കടയുണ്ട്, അവിടെ വന്ന് നിർത്തി ഞങ്ങൾ ചെറിയ ചൂടമീൻ ഉണ്ടോയെന്നാണ് നോക്കുന്നത്. കാരണം അത് സ്ഥിരമായിട്ട് ഞങ്ങൾ വാങ്ങുന്നത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് മാത്രം ഇവിടെ ഇല്ല, ബാക്കി ഒരുപാട് മീനുകളുണ്ട്. വാളയും കരിമീനും കക്കയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് കരിമീൻ വാങ്ങാമെന്ന്. അപ്പോൾ കൂട്ടുകാരെ, മീനെല്ലാം വാങ്ങി ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇവന്റെ ക്ലീനിങ് ആണ് കേട്ടോ. കടയിൽ നിന്ന് വെട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ദേഹത്തിലെ കറുത്ത പാടുകളെല്ലാം നമുക്ക് ഉപ്പിട്ട് തേച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ദാണ്ടെ ഞാൻ ഉപ്പിട്ട് കല്ലിലിട്ട് നല്ലപോലെ തേക്കുവാണ്. പച്ച മീനായതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. ദാണ്ടെ പുറത്ത് ഭയങ്കര മഴയാ, കണ്ടോ. ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ കരിമീൻ കണ്ടോ, നല്ല വെളുത്ത് പേള് പോലെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിനെ വരഞ്ഞെടുക്കാം. ഇനി ഈ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിന് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അരമുറി തക്കാളി. ഇത് ഒരല്പം ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഒരു പകുതി അരവ് ആകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം കൂടി ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അരയ്ക്കുന്ന സമയത്ത് തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വിനാഗിരിയോ നാരങ്ങ നീരോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ഉപ്പെല്ലാം പരുവാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. മസാലക്കൂട്ട് നമ്മുടെ മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കും. അപ്പം നമ്മൾ വരഞ്ഞു കൊടുത്തിരിക്കുന്ന വരകൾക്കിടയിലും വയറിന്റെ അകത്തുമൊക്കെ ഇച്ചിരി നല്ലതുപോലെ തേക്കണം. പുറമെ വളരെ ലൈറ്റായിട്ട് മാത്രം തേച്ചാൽ മതി. ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ വറക്കുന്ന സമയത്ത് കരിഞ്ഞു പോകും. ബാക്കി മസാലക്കൂട്ട് മാറ്റി വെക്കണം, അതുകൊണ്ട് നമുക്ക് വേറെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ മീനെല്ലാം അരച്ചു പുരട്ടി അതിനുശേഷം ഒരു വലിയ ചരുവ എടുത്ത് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് മീനിട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. ഒരുപാട് മുരിപ്പിച്ചൊന്നും വറക്കണ്ട, വളരെ ലൈറ്റായിട്ട് ഒരു ഷാലോ ഫ്രൈ പോലെ മാത്രം മതി. രണ്ട് വശവും തിരിച്ചു മറിച്ചിട്ട് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവം. ഒരുപാട് മൂത്ത് പോകരുത്. ഒരു നല്ല അകത്ത് സോഫ്റ്റ്നെസ് നിൽക്കുന്ന രീതിയിൽ, എന്നാൽ വെളിവശത്ത് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാകുന്നതാണ് ഇതിന്റെ കണക്ക്. അങ്ങനെ ഞാൻ എല്ലാം വറുത്തു മാറ്റി. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നല്ലതുപോലെ ചേർക്കുക. അതിനുശേഷം മീൻ വറുത്ത ഇതേ എണ്ണയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി ഈ അരപ്പ് നമുക്ക് വഴറ്റിയെടുക്കാം. അരപ്പിട്ട് ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോഴേക്കും 1-2 തണ്ട് കരിവേപ്പില കൂടി നമുക്ക് ഇടാം. കരിവേപ്പിലൊക്കെ ഇട്ട് ഒരു 1-2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോഴേക്കും ഈ അരപ്പിന്റെ നിറം ദാണ്ട് ഏകദേശം ഇതാകും. ഈ ഒരു കളറിലെത്തി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കരിമീൻ എടുത്ത് ഈ അരപ്പിലേക്ക് ഇടാം. ആ അരപ്പിലേക്ക് ഇട്ട് സൈഡിൽ നിന്നുള്ള കുറച്ച് അരപ്പ് ചേർത്തിന്റെ മുകളിൽ പുരട്ടിയതിന് ശേഷം ഒന്ന് മറിച്ചിടാം. ഇത് പിന്നെയുള്ള കുക്കിംഗ് ഒന്നുമില്ല, വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ. അങ്ങനെ 2 വശത്തും അരപ്പൊക്കെ പറ്റിച്ച് തിരിച്ചു മറിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ പൊള്ളിച്ചത് തയ്യാറായി. ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണേ.